നോക്കിയപ്പോൾ അവരവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായിരുന്നു. ഓരോ ചിഹ്നങ്ങൾ ടാറ്റു അടിച്ചിട്ടുള്ള ഹിന്ദുക്കൾ, അവർ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് കലാപം. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി, ആ ഡൽഹിയിലെ ഒരു പ്രഭാതം, പൊടിക്കാറ്റ് കൊണ്ട് മലിനമായ ദൂരെ കാഴ്ചകൾ അവ്യക്തമായിട്ടുള്ള ആ പ്രഭാതത്തിൽ ഹിന്ദുക്കൾ മാത്രം കൂട്ടത്തോട് താമസിക്കുന്ന ഒരു ഏരിയ. ആ ഏരിയയിലേക്ക് ഒരു കൂട്ടം മുസ്ലിം വേഷധാരികളായ ചെറുപ്പക്കാർ പാഞ്ഞെടുക്കുകയാണ്, അക്രമത്തിനായി പാഞ്ഞെടുക്കുകയാണ്. അവർ ദൂരെ അവ്യക്തമായ കാഴ്ചയിലൂടെ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾ ആ ദൂരെ കാഴ്ച കണ്ടു. ഒരു കൂട്ടം ചെറുപ്പക്കാർ ആക്രോശത്തോടുകൂടി ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പാഞ്ഞെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവരെല്ലാം വേഗം അകത്തേറി വാതിലടച്ചു. ജനാലയുടെ വിടവിലൂടെ അവർ ആ കാഴ്ച കണ്ടു നെട്ടിത്തെറിച്ചു പോയി. മാരകായുധങ്ങളും ഏന്തി ഒരു കൂട്ടം ആൾക്കാർ അവരുടെ വീടുകൾ ആക്രമിക്കുന്നു, ആ വഴി നടന്നുപോയ പാവപ്പെട്ട ഹിന്ദുക്കളെ ആക്രമിക്കുന്നു. അങ്ങനെ ഭയാനകമായ കാഴ്ചയാണ് അവിടെ അരങ്ങേറിയത്. അങ്ങനെ നീണ്ട ഒരു അരമണിക്കൂർ ആ അക്രമ സംഭവം അവിടെ നടന്നു. അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ ഓടിയെത്തി ഈ ചെറുപ്പക്കാർ കണ്ട കാഴ്ച, ഈ അക്രമകാരികളിൽ അധികവും പ്രായപൂർത്തിയാവാത്ത ഏകദേശം 16, 15, 12 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് അധികവും അതിലുള്ളത്. അവരമ്പരന്ന് പോയി. അവർ ഉടനെ ഓടിച്ചെന്ന് അവരെ പിടികൂടിയിൽ ഒരുപാട് കുട്ടികൾ രക്ഷപ്പെട്ടു. അതിൽ 1-2 പേരെ കിട്ടി. അതിൽ ഒരുത്തനെ അവർ ചോദ്യം ചെയ്തു. നീ ആരാണ്? നീ എന്തിനാണ് ഈ വീടുകൾ ആക്രമിക്കുന്നത്? നീ എന്തിനാണ് ഈ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത്? അവരൊന്നും മിണ്ടുന്നില്ല. അവസാനം ആ നല്ലവരായ ഹിന്ദുക്കൾക്ക് സംശയം തോന്നിക്കൊണ്ട് അവരുടെ വസ്ത്രം, ആ കുട്ടിയുടെ വസ്ത്രം അഴിക്കുകയാണ്. ഷർട്ടിന്റെ കൈ മെല്ലെ പൊക്കി നോക്കിയപ്പോൾ അവരവിടെ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായിരുന്നു. ഓരോ ചിഹ്നങ്ങൾ ടാറ്റു അടിച്ചിട്ടുള്ള ഹിന്ദുക്കൾ, അവർ മുസ്ലിം വേഷം ധരിച്ചുകൊണ്ട് കലാപമുണ്ടാക്കുവാൻ വേണ്ടിയാണ് അവിടേക്ക് വന്നത്. ഹിന്ദുക്കൾ തന്നെ ആക്രമിക്കുന്ന ഒരു ഭയാനകമായ കാഴ്ചയാണ് അവിടെ കണ്ടത്. അതിശയിച്ചു പോയി അവർ. കാരണം മുസ്ലിം മതക്കാർ ഒരിക്കലും ഒരു ഹിന്ദുവിനെ ആക്രമിക്കുന്നില്ല എന്നുള്ള സത്യമാണ് അവിടെ തെളിയുന്നത്. മുസ്ലിം വേഷം ധരിച്ചുകൊണ്ടാണ് ഇവർ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓരോ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പൊ ഇതിൽ മുസ്ലിം മതക്കാർ നിരപരാധികളാണ്. അങ്ങനെ ഡൽഹിയിലെ ആ ഏരിയയുള്ള ഹിന്ദുക്കൾക്കെല്ലാം മനസ്സിലായി, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ശത്രു ഈ ഹിന്ദുത്വവാദികളാണ്. അതായത് ഈ RSSും BJPയും തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കൾ എന്നവർ തിരിച്ചറിഞ്ഞ ഡൽഹിയിലെ ആ നല്ല ഒരു പ്രഭാതത്തിനിരിക്കട്ടെ ഒരു ഗുഡ് സല്യൂട്ട്.